ഓ, അവളെ പറഞ്ഞപ്പോ ചോദിക്കാൻ ആളെത്തിയല്ലോ. ഇവിടെ എന്താ നടന്നതെന്ന് അറിയാതെ വെറുതെ ഓരോന്ന് വിളിച്ച് പറയരുത്. നിർത്തണ. നിനക്ക് എന്നു മുതലേ ഞങ്ങളോട് എതിർത്ത് സംസാരിക്കാൻ ശബ്ദം വെച്ച് തുടങ്ങിയത്? മിണ്ടാതെ നിന്നോണം. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതൊരു കുഞ്ഞല്ലേ, ഇതിന് എന്തറിയാം? അല്ലെങ്കിൽ തന്നെ അതിന്റെ കണ്ണ് കെട്ടിയിരിക്കല്ലായിരുന്നോ? അഷിത ചെയ്തത് തെറ്റാ. കുഞ്ഞുങ്ങളെ തല്ലാൻ പാടില്ല. നിന്റെ ഡ്രസ്സിൽ പറ്റിയ അഴുക്ക് കഴുകിയാ പോവും. പക്ഷേ ഈ കുഞ്ഞിന്റെ മനസ്സിനേറ്റ മുറിവ് ജീവിതകാലം മുഴുവൻ നിന്നു വരും. ഇതൊക്കെ എന്നോട് പറയാൻ നീ ആരാ? ഇനിയും കിടന്ന് വായിട്ടടിച്ചാലേ ദേ എന്റെ തനി സ്വഭാവം നീ കാണും. നീ എന്റെടി അഷിതേ. ഞാൻ മിണ്ടാതിരിക്കും തോറും നീ നിന്റെ നില മറക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യേണ്ടത് ഇപ്പൊ ദുർഗ ചെയ്തത്. കുഞ്ഞിനെ തല്ലിയതും പോരാഞ്ഞിട്ട് അഹങ്കാരം പറയുന്നോ? അഷിതേ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അത് നീ ഓർത്തോ. ഇപ്പൊ നിനക്ക് സന്തോഷായോ? എന്നെ തല്ലിയത് പോരാഞ്ഞിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചീത്തയും കേൾപ്പിച്ചില്ലേ? ഇതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ വാങ്ങിത്തരൂ. കരുതിയിരുന്നോ നീ? പോട്ടടാ മോളെ. സാരമില്ല കേട്ടോ. അഷി, അമ്മേ. അഷി, മോള് കരയുവാണോ? എന്താ മോളെ പറ്റിയത്? എന്തിനാ മോള് കരയുന്നേ? അമ്മേ, ആ ദുർഗ എന്നെ പിന്നെയും തല്ലി. ദുർഗ തല്ലിന്നോ? എന്തിനാ മോളെ? അത് ആ പിശാചിന് എത്രമാത്രം അഹങ്കാരം ഉണ്ടായിട്ടാ എന്റെ മോളുടെ നേരെ പിന്നെ കൈപൊക്കിയത്. ദുർഗ ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ഇപ്പൊ അവളെ പേടിച്ച് കഴിയേണ്ട അവസ്ഥയാ എനിക്ക്. മോള് കരയാതെ. അവളുടെ അഹങ്കാരം അമ്മ അവസാനിപ്പിച്ചു തരാം. അമ്മ ഇതെപ്പോഴും പറയുന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. വേണ്ട വേണ്ടാന്ന് കരുതി ഓരോന്ന് ക്ഷമിക്കും തോറും അവൾ ഇങ്ങനെ അഹങ്കരിക്കുന്നു ഞാൻ കരുതിയോ? എന്റെ മോളെ തല്ലി അവളോട് ഇനി അമ്മ ക്ഷമിക്കില്ല. ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ടു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും പൃഥ്വി അവളെ ഒന്നും പറഞ്ഞില്ലേ? സ്വന്തം ഭാര്യ ഒരുത്തി തല്ലിട്ട് പൃഥ്വി മിണ്ടാതെന്നോ? പൃഥ്വി എങ്ങനെ പ്രതികരിക്കും? ആ നാശം എന്റെ ചേച്ചിയല്ലേ. ആ അധികാരം അവളെന്നോട് കാണിക്കുന്നേ. അവളോട് ചോദിക്കാൻ അമ്മയ്ക്കേ പറ്റൂ. അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഞാനും ഗിരിജം കൂടി അങ്ങോട്ട് വരാം. ഇനി ഒരിക്കൽ കൂടി അവള് നിന്റെ നേർക്ക് കൈ ഉയർത്താത്ത രീതിയിൽ അവളുടെ അഹങ്കാരം ഞാൻ അവസാനിപ്പിച്ചു തരാം. എന്റെ മോളുടെ ജോലിക്കാരിയെ പോലെ ഈ വീട്ടിൽ കഴിഞ്ഞവൾക്ക് എന്റെ മോളെ തല്ലാനുള്ള ധൈര്യം കിട്ടിയല്ലേ? ഇത് അവസാനിപ്പിച്ചേ മതിയാവൂ. അതെ, അമ്മ എത്രയും പെട്ടെന്ന് വാ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. മോള് സമാധാനിക്ക്. അമ്മയുണ്ട് നിന്റെ കൂടെ. ശരി ശരി മോളെ. വാ. മോളെ. അമ്മേ, നിങ്ങൾ വന്നു. വാ. അമ്മേ,
അവള് തന്നെ രണ്ടാമത്തെ തവണ ഈ വീട്ടിൽ വെച്ച് തല്ലുന്ന. ഇനി ദുർഗ ഈ വീട്ടിൽ ഉണ്ടാവരുതമ്മേ. അവൾ ഇവിടുന്ന് അടിച്ചിറക്കി വിടണം. അതിന് തന്നെ ഞങ്ങൾ വന്നത്. ഇനി അവൾ ഈ വീട്ടിലുണ്ടാവില്ല. നീ നോക്കിക്കോ. നീ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാ അവള് നിന്നെ തല്ലിയത്? അത് എന്ത് തെറ്റായാലും എന്റെ മോളെ തല്ലാൻ അവൾക്കാരാ അധികാരം കൊടുത്തേ? അത് ശരിയാ. എന്നാലും ഇവിടെ ഉള്ളൊരു ചോദിക്കാൻ വന്ന് നിൽക്കുമ്പോ നമുക്ക് തിരിച്ചു പറയണ്ടേ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പച്ചി. ഉണങ്ങാനിട്ട് സാരി നിലത്ത് വീണ് കിടന്നപ്പോ അതിൽ ധ്വനിമോള് ചവിട്ടി ചെളിയാക്കി. അതെന്തിനാ അങ്ങനെ ചെയ്തേന്ന് ഞാനൊന്ന് ചോദിച്ചു പോയി. അതിനാ അവളെന്നെ തല്ലിയത്. എന്നിട്ട് എന്തിനാണ് ഈ കൊച്ചിനെ വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞ് എല്ലാരെയും കേൾപ്പിച്ച് വലിയ ഷോയും കാണിച്ചു. കേട്ടല്ലോ, അവളുടെ ഷോ എല്ലാം ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട്. അവൾ അകത്തില്ലേ? ഉണ്ടമ്മേ. നീ വാ, വാ ഗിരിജ. ദുർഗേ, എടി ദുർഗേ, ദുർഗേ, എടി ദുർഗേ, ദുർഗേ. വാടി. ചെറിയമ്മ, നീ എന്താ എന്റെ മോളെ ചെയ്തേ? എന്തിനാ നീ ഇവളെ തല്ലിയേ? ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറയടി. അഷിത തെറ്റ് ചെയ്തതുകൊണ്ടാ ഞാൻ അവളെ തല്ലിയത്. ഇവള് ചെയ്തത് തെറ്റാണോ ശരിയാണോന്ന് നീ എന്തിനാ നോക്കുന്നേ? അതിനുള്ള എന്ത് അവകാശം നിനക്കുള്ളേ? അഷിതയുടെ ചേച്ചിയാ ഞാൻ. ഇവളൊരു തെറ്റ് ചെയ്താ ഞാനത് ചോദിക്കണ്ടേ? നീ അങ്ങ് പറഞ്ഞ ഉടനെ നീ ഇവളുടെ ചേച്ചി ആവോ? അങ്ങനെ നിന്നെ ചേച്ചിയായിട്ട് എന്തെങ്കിലും അഷിത അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാടി നീ അധികാരം കാണിക്കുന്നേ? നീ വീട്ടിലുണ്ടായിരുന്നപ്പോ ഞങ്ങൾക്കാർക്കും നിന്നെ കൊണ്ട് സ്വൈര്യമില്ലായിരുന്നു. അതീന്ന് രക്ഷപ്പെട്ട അശുമോക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയെന്നോർത്ത് സന്തോഷിച്ചപ്പോ ദേ ഇവിടെ ഉപദ്രവം കൊണ്ട് വന്നിരിക്കുന്നു. നിനക്കൊന്നും ഒരു മനസാക്ഷി പോലും ഇല്ലാതായി പോയല്ലോടി. അപ്പച്ചി, ഞാൻ അഷിതയുടെ നന്മയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തത്. ദൈവത്തെ ഓർത്ത് നീ ഇവൾക്ക് നല്ലതും ചെയ്യണ്ട ചീത്തയും ചെയ്യണ്ട. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തരാങ്കി എല്ലാവർക്കും ആശ്വാസായനെ. ഇതെല്ലാം എന്റെ തെറ്റാ. തള്ളയില്ലാതിരുന്നിട്ടും നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ? ആദ്യമേ വല്ല അനാഥാശ്രമത്തിലും അയച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ടി വരില്ലായിരുന്നു എനിക്ക്. ആന്റി, ഓ വന്നല്ലോ പുതുമണവാളൻ. ഓ അവളെ പറഞ്ഞപ്പോ ചോദിക്കാൻ ആളെത്തിയല്ലോ. ഇവിടെ എന്താ നടന്നതെന്ന് അറിയാതെ വെറുതെ ഓരോന്ന് വിളിച്ച് പറയരുത്. നിർത്തല. നിനക്ക് എന്നു മുതലേ ഞങ്ങളോട് എതിർത്ത് സംസാരിക്കാൻ ശബ്ദം വെച്ച് തുടങ്ങിയത്? മിണ്ടാതെ നിന്നോണം. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്നവനൊക്കെ ഒരു വലിയ വീട്ടിൽ 2 ദിവസം കിടന്നുറങ്ങിയപ്പോ അഹങ്കാരം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് തന്നെ.